അമേരിക്ക, കാനഡ, UK ഇതൊക്കെ ഇന്ത്യൻ പിള്ളേരുടെ ഒരു സ്വപ്ന സ്ഥലങ്ങളായിരുന്നല്ലോ. ശരിയാണ്. പക്ഷേ ഇനി അവിടെ ജോലി കിട്ടാൻ അത്ര എളുപ്പമാവില്ല എന്നാണ് അദ്ദേഹം ഒരു സൂചന തരുന്നത്. അപ്പോൾ ഈ ലക്ഷങ്ങളും കോടികളുമൊക്കെ മുടക്കി മക്കളെ പുറത്തു പഠിക്കാൻ വിടുന്ന മാതാപിതാക്കളില്ലേ, അവരൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഒന്നുകൂടെ ആലോചിക്കണം, ഇപ്പോഴത്തെ അവസ്ഥയൊന്ന് നോക്കണം എന്നൊരു മുന്നറിയിപ്പ് പോലെ അദ്ദേഹം പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ഒരു ആശങ്ക തോന്നാം. ശരിയാണ്. അദ്ദേഹം ഒരു ഉദാഹരണം പറയുന്നുണ്ട് കേട്ടോ. എന്താണത്? പണ്ട് നമ്മുടെ മികച്ച എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിന്ന്, പ്രത്യേകിച്ച് IITകളിൽ നിന്നൊക്കെ വരുന്ന കുട്ടികൾ, അവര് അമേരിക്കയിൽ പോയി ഒരു മാസ്റ്റേഴ്സ് ഒക്കെ എടുത്ത് വളരെ ഈസി ആയിട്ട് വലിയ ടെക് കമ്പനികളിൽ ജോലിക്ക് കയറിയിരുന്നു. നല്ല ശമ്പളത്തിൽ. അതെ, ഏകദേശം ഒരു 1.75 കോടി രൂപ, അതായത് ഒരു $2 ലക്ഷം വാർഷിക ശമ്പളം കിട്ടിയിരുന്നു. ഇതിനെ അദ്ദേഹം ഒരു ഹാക്ക് എന്നാണ് വിശേഷിപ്പിച്ചത്. ഹാക്ക്, അതായത് ഒരു കുറുക്കുവഴി പോലെ. അതെ അതെ, നല്ല ശമ്പളമുള്ള ജോലി വേഗം കിട്ടാനുള്ള ഒരു എളുപ്പവഴി. പക്ഷേ ആ വഴി ഇപ്പോ അത്ര എളുപ്പമല്ല, ചിലപ്പോൾ അടഞ്ഞു തുടങ്ങുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് വന്ന സമയം കൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കണം അല്ലേ? ഈ മൈക്രോസോഫ്റ്റിലൊക്കെ വലിയ പിരിച്ചുവിടൽ നടന്നില്ലേ? ശരിയാണ്, ഏകദേശം ഒരു 6000 പേരെ. അതെ, അതിൽ കൂടുതലും ഇന്ത്യക്കാരായിരുന്നു എന്നൊരു സംസാരവും ഉണ്ടായിരുന്നു. അപ്പോ അതിന് തൊട്ടുപിറകെയാണ് സാവ്നിയുടെ ഈ ഒരു നിരീക്ഷണം വരുന്നത്.